ഹായ് 2025 ജൂലൈ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട 15 കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് 1 വീഡിയോ നമുക്ക് നോക്കിയാലോ. വാ. ഒന്ന്, നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ആറളം വന്യജീവി സങ്കേതത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബട്ടർഫ്ലൈ സാങ്ച്വറി വരാൻ വേണ്ടി പോകുന്നത്. രണ്ട്, ടെസ്ലയുടെ റോബോട്ട് പദ്ധതിയുടെ തലപ്പത്തേക്ക് നിയമിതനായിട്ടുള്ള ഇന്ത്യക്കാരനാണ് അശോക് എള്ളുസ്വാമി. മൂന്ന്, G7 സമ്മിറ്റിന്റെ 51ാമത്തെ എഡിഷൻ അടുത്തിടെ കാനഡയിൽ വെച്ച് നടന്നിരിക്കുകയാണ്. ഇനി നമ്മളോട് ചിലപ്പം 52ാമത്തെ എഡിഷൻ എവിടെ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നു എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ അത് ഫ്രാൻസിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. നാല്, ഹാരപ്പൻ സംസ്കാരത്തിന് 5000 വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ജനവാസ കേന്ദ്രം ഗുജറാത്തിലെ കച്ചിൽ അടുത്തിടെ കണ്ടെത്തിയിരിക്കുകയാണ്. അഞ്ച്, ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ സംഘടനയായുള്ള സീക്രട്ട് ഇന്റലിജൻസ് സർവീസിനെ നയിക്കുന്ന ആദ്യത്തെ വനിതയായിട്ട് ബ്ലേസ് മെട്രാവിലി മാറിയിരിക്കുകയാണ്. ആറ്, മാലദ്വീപ്സ് ടൂറിസത്തിന്റെ ഗ്ലോബൽ അംബാസഡറായിട്ട് ഇന്ത്യൻ ആക്ട്രസ് ആയിട്ടുള്ള കത്രീന കൈഫിനെ അടുത്തിടെ നിയമിച്ചിരിക്കുകയാണ്. ഏഴ്, ട്രിവാൻഡ്രം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഓഫീസറായിട്ട് നിയമിക്കപ്പെട്ട വനിതയാണ് ഡി രചന. എട്ട്, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്ക് വേണ്ടി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ പദ്ധതിയാണ് റേഡിയോ നെല്ലിക്ക. ഒൻപത്, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം അതുപോലെ തന്നെ കൃത്രിമ പവിഴപ്പുറ്റ് മ്യൂസിയം ഇത് രണ്ടും വരാൻ വേണ്ടി പോകുന്നത് മഹാരാഷ്ട്രയിലാണ്. പത്ത്, തപാൽ സേവനങ്ങളെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി തപാൽ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് DPIN അഥവാ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. 2025 ജൂലൈ മാസത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി 3 രാജ്യങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. കാനഡ, ക്രൊയേഷ്യ, സൈപ്രസ്. ഈ 3 രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കാനായിട്ട് പോകുന്നത്. 2025 അവസാനത്തോടുകൂടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ 146 കോടി മറികടക്കുമെന്ന് UN ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുകയാണ്. 13, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി 2 ഇന്നിംഗ്സിലും സെഞ്ചുറി സ്വന്തമാക്കുന്ന ആദ്യത്തെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് ഋഷഭ് പന്ത് മാറിയിരിക്കുകയാണ്. മലയാളത്തിന്റെ മഹാനടനായുള്ള മോഹൻലാലിനെ അടുത്തിടെ ആദരിച്ച രാജ്യമാണ് ശ്രീലങ്ക. താങ്ക് യു.